സുഖമാണോ? ഞാൻ തന്നെ കൊച്ചമ്മ. യോ നിനക്കിതൊന്ന് കുറച്ചൊന്ന് പതുക്കെ തുമ്മിക്കൂടെ? പേടിച്ചു പോയല്ലേ മനുഷ്യൻ. സോറി കൊച്ചമ്മ. സോറി കൊച്ചമ്മ. ഓ ഇന്നലെ രാത്രി ആ ഒരു തടിയൻ വീട്ടിന്റെ മുമ്പിൽ കിടന്ന് കറങ്ങണ്ടല്ലോ. എന്തോ കൊച്ചമ്മ പ്രശ്നം? തടിയൻ വീട്ടിന്റെ മുമ്പിൽ കിടന്ന് കറങ്ങിയെന്നോ? എത്ര മണിക്ക്? ഇന്നലെ രാത്രി ഒരു ഈ മഴയൊക്കെ സമയം കഴിഞ്ഞ് വന്നപ്പോഴാണ്, ഒരു 12 മണി കഴിഞ്ഞാണ്. ഇന്നലെ ആ സമയത്താണ് ഞാൻ കണ്ടത്. അതാരടാ അത് 12 മണിക്ക് നമ്മുടെ വീട്ടിന് മുമ്പിൽ കിടന്ന് കറങ്ങുന്നത്? രാത്രിയല്ലോ കൊച്ചമ്മ, മുഖം നേരെ കാണാൻ പറ്റില്ല, ഇരുട്ടുമായിരുന്നു. ആരാ അത്? കുഴപ്പമില്ല കൊച്ചമ്മ, ആരായിരുന്നാലും കുഴപ്പമില്ല, നമ്മളെ കൂടെ ഉണ്ടല്ലോ. കൊച്ചമ്മ ഞാൻ പോട്ടെ, കിങ്ങിണിക്ക് കുഴയൊക്കെ ഓടിച്ചു വെച്ചിരിക്കുന്നു. കാര്യം ശരി കൊച്ചമ്മ. ചേച്ചി എന്താ പാടി എല്ലാരും കൂടെ ഈ 8:30 കട്ട കിടന്ന് വിളിക്കുന്നത്? ഇച്ചിരി പതുക്കെ വിളിച്ചുകൂടെ? എനിക്ക് ചെവി കേൾക്കുമല്ലോ. എന്താണെന്നറിയോ, എനിക്ക് ചേച്ചിയെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ചേച്ചിയെ കാണുമ്പോ ആ സന്തോഷത്തിൽ അങ്ങ് മതി മറന്നിട്ട് ഞാനങ്ങ് വിളിക്കുന്നതാ ഉറക്കെ അങ്ങ്. എന്തൊരു സ്നേഹമാണെന്നറിയോ എനിക്ക്. ആണോ? ന്യൂസ് പിടിക്കാൻ വന്നായിരിക്കും. ജ്യൂസ് കുടിക്കാനോ? ജ്യൂസ് ഉണ്ടോ ചേച്ചി? അയ്യോ ജ്യൂസ് കുടിക്കുന്ന കാര്യമല്ല, ഞാനേ ഈ ന്യൂസ് കണ്ടില്ലല്ലോ, കാണണമല്ലോ എന്ന് പറഞ്ഞതാ. ചേച്ചി എന്തിനാ ഞാൻ വന്നാ പിന്നെ ന്യൂസ് കാണുന്നേ? ചേച്ചിക്ക് എത്ര ന്യൂസ് വേണം? ഞാൻ പറഞ്ഞുതരാലോ. അത് നേരം. അല്ല നീ ഇപ്പൊ എന്താ വന്നേ? ചേച്ചി ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. എന്തുപറ്റി? എന്റെ മനസ്സിൽ അങ്ങ് ആശങ്കയാ. ഈ ചേച്ചി ഇപ്പൊ ഒരു മാള് പണിയുന്നുണ്ടല്ലോ. ഉണ്ട്. അതിനുള്ള പൈസയൊക്കെ ചേച്ചിക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ നീ തരൂ. അല്ല ഇപ്പൊ എന്തിനിപ്പോ ഇതൊക്കെ ചോദിക്കുന്ന കാര്യം? ചേച്ചിയുടെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ കാണുമ്പോഴേ അതിനുള്ളതൊക്കെ ചേച്ചിക്ക് ഉണ്ടോന്നൊക്കെ അറിയാം. അതൊക്കെ അതിന്റെ മുറ പോലെ നടക്കുന്നുണ്ടല്ലേ? ചേച്ചി ഇതങ്ങ് പണിഞ്ഞെന്നിരിക്കട്ടെ, പണിഞ്ഞങ്ങ് വലുതാക്കി കഴിയുമ്പോ ചേച്ചിക്ക് 2 മക്കളാണല്ലോ ഉള്ളത്. അതില് മൂത്ത മോന് കൊടുക്കോ ഇളയ മോന് കൊടുക്കോ? അത് ഇളയ മോനായിരിക്കും. മൂത്ത മോനില്ലേ? മൂത്ത മോനല്ലയോ കമ്പനിയൊക്കെ നോക്കുന്നേ. മോന് കൊടുക്കുന്നത് പിടിച്ചില്ലേ? എന്നാലും മാളല്ലേ ഒത്തിരി കോടികളൊക്കെ കിട്ടുന്നേ. കോടി കിട്ടുന്നുണ്ടെന്ന് അതും എന്റെ മോനല്ലയോ ഇളയവനും? ആണല്ലോ, കൊടുക്കണം. അതാ പറഞ്ഞു. ബെല്ലടിക്കുന്നു. കേട്ട് ആരയച്ചത്? നോക്കട്ടെ. ഹലോ. ദീപു. ഞാൻ വരിക. പോണം. റെഡിയായോ? അതാ വരുന്നേ. ദീപ് വന്ന് നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. പോയിട്ട് വന്നാട്ടെ, ഞാനിവിടെ കാണും. ചേച്ചി പോയിട്ട് വന്നാട്ടെ. അല്ല നീ വല്ലതൊക്കെ കഴിക്കേ. എന്റെ ഒരു മരുമോളുണ്ടല്ലോ, നിന്നെ കാണുമ്പോ എന്തോ എപ്പോഴും നിർബന്ധിക്കുമെന്നോ? അതെ, ഞാൻ കഴിച്ചിട്ടേ പോകൂ. എനിക്ക് ചേച്ചിയുടെ മനസ്സറിയാലോ. ഇരുന്നങ്ങ് ആടുമല്ലായിരുന്നു. ഞാൻ എന്നാ ഇവരുടെ കൂട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ആടാൻ പറ്റുന്നേ? ലക്ഷ്മി കുഞ്ഞ് എപ്പോഴും അങ്ങ് അടുക്കളക്കകത്താണല്ലോ. എല്ലാരും കൂടി ഇട്ടങ്ങ് ജോലി ഏൽപ്പിക്കുവാന്നോ ലക്ഷ്മി കുഞ്ഞിനെ? അതെങ്ങനാ? മറ്റവള് ജോലി വല്ലതും ചെയ്യോ? ചെയ്യത്തില്ല. അവള് വലിയ ഓഫീസ് നോക്കി നടത്തുമല്ലേ, ഒരു ജോലിയും ചെയ്യത്തില്ല. ഓഫീസ് നോക്കി നടത്താനും വേണം ഒരു യോഗമൊക്കെ. ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കിടന്ന് വളവളാന്ന് വർത്താനം പറയല്ലേ. എനിക്ക് അവളെക്കാളും ഏറ്റവും ക്വാളിഫിക്കേഷൻ ഇവിടെ. കൊച്ചിന് എന്ത് കോളാമ്പി ഉണ്ടെന്ന് പറഞ്ഞാലും മാളു ചേച്ചി ആ പെണ്ണിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോകുന്ന പറയുന്നത് കേട്ടു. മാളു ചേച്ചിയാ? മാളു ചേച്ചി അല്ല, ഇവിടെ പണിയുന്ന വലിയൊരു കെട്ടിടം ഉണ്ടല്ലോ. ഷോപ്പിംഗ് മോള്. അത് എഴുതി കൊടുക്കാൻ പോവാന്ന്. കോടികൾ വില വരുന്ന സ്ഥാപനം എഴുതി കൊടുക്കാൻ പോന്നെ, അറിയാമോ? അറിയാം, അതൊക്കെ എനിക്കറിയാം. എന്റെ ഏട്ടൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാ അനിയൻകുട്ടൻ അതൊക്കെ എഴുതി കൊടുക്കുന്നത്. വേട്ടൻ എന്താ വേണ്ടെന്ന് പറഞ്ഞത്? ഏട്ടൻ എപ്പോ നോക്കിയാലും ഓഫീസ് എന്നും പറഞ്ഞല്ലേ നടക്കുന്നേ. ആ ഓഫീസുമായിട്ട് ഏട്ടൻ അത്ര ആത്മബന്ധം ഉണ്ട്. ഈ പറയുന്ന ചേട്ടന് ഓഫീസുമായിട്ടാണോ ആത്മബന്ധം, അതോ ഓഫീസിലുള്ള ആരെങ്കിലുമായിട്ടാണോ ആത്മബന്ധം? അല്ല, ഞാൻ പല വീടുകളിൽ പോകുന്നതാണ്, പല ആൾക്കാരെ കാണുന്നതാണ്, പല കഥകൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, ഓഫീസിലുള്ള ആരുമായിട്ട് എന്തെങ്കിലും ആത്മബന്ധം ഉണ്ടോ? മോള് വിഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, മോളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മബന്ധം ഉണ്ടോ എന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ പിന്നെ മോള് തന്നെ ഒന്ന് ചിന്തിച്ചേ. കോടികൾ വിലയുള്ള ഒരു സ്ഥാപനം വേണ്ടെന്നങ്ങ് വെക്കുക, ഓഫീസിനെ കെട്ടിപ്പിടിച്ചങ്ങിരിക്കുക. അല്ല, എന്തായിരിക്കും അതിൻ്റെ ലൂട്ടൻസ്? അവിടെയുള്ള ഏതെങ്കിലും ഒരാളുമായിട്ട് എന്തേലും ഒരു കണക്ഷൻ. ഞാൻ പറഞ്ഞതല്ല, മോള് ചിന്തിച്ചാ മതി. അല്ല, മോള് കണ്ണ് നിറയ്ക്കൊന്നും വേണ്ട, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മോളൊന്ന് ചിന്തിച്ചാൽ മതി. മാമി ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് മോളൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനൊന്നും കാണത്തില്ല മോളെ. വെറുതെയാ, മോളുടെ മനസ്സിൽ ഓരോ ചിന്തകളാ. അങ്ങനൊന്നും ഉണ്ടാവില്ല.
എന്തൊരു മനസ്സമാധാനം. ഒരാളെങ്കിലും ദുഃഖിച്ച് കാണുമ്പോ ഇതെന്തേ കൊച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നേ? യോ എന്ത് കറിയാ ഇത്? യോ ഇവക്കൊക്കെ വല്ലതും വെക്കാൻ അറിയാവോ? ഉമ്മ അല്ല ആ പയ്യൻ വേറെ പെണ്ണിന്റെ പുറകിന് പോയെ. ചേച്ചി ഒന്നിരിക്കട്ടെ. ഹലോ ചേച്ചി, ഞാനാ. ആ പിന്നെ ഞാനിവിടെ വന്ന് ഞാനൊരു ചെറിയ പൊടിക്കൈ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഏറ്റിട്ടുണ്ടെന്നാ തോന്നുന്നത്. ചെറിയൊരു കലക്ക്. പക്ഷെ ചേച്ചി ഒരു കാര്യമുണ്ട്, എനിക്ക് അയൽക്കൂട്ടത്തിൽ അടയ്ക്കാൻ ഒരു 2000 രൂപ വേണം ചേച്ചി. എന്താ? ആ മനുവിനെ ഞാൻ പറഞ്ഞു വിടാം. അയ്യോ എങ്ങോട്ട് വിടണോ? വീട്ടിൽ വിടണോ ഓഫീസിൽ വിടണോ? ആ ശരി ശരി ശരി, ഞാൻ വിട്ടേക്കാം ചേച്ചി. ശരി ശരി ചേച്ചി സന്തോഷിച്ച. ഇവിടെ മൊത്തത്തിലൊരു കലക്കല് കലക്ക്. സുഹാസിനി ചേച്ചി കരഞ്ഞോണ്ട് കിടക്കും, നോക്കിക്കോ. ആ ആ ശരി. ആ Just gonna be a dinosaur star. Just beat it. Just beat it. Just beat it. Just beat it. We're gonna beat it. We're gonna beat it. Stay. Moving, got it. Moving, got it. We got it. Just beat it. Just beat it. നീ എന്ത് ഇവിടെ? എന്താ എന്താ നീ എന്തിനാ ഊർമിള മാഡത്തിന്റെ ഓഫീസിൽ? ചേട്ടാ നിനക്ക് എന്തൊക്കെ ജോലിയാണോ? വീട്ടിൽ ചെന്നാ കാറ് കഴുകണം, തറ തുടയ്ക്കണം, ഇവിടെ ഒന്ന് താണ്ട മേശപ്പുറം തുടയ്ക്കണം. നീ വേറെ ലെവലാണ് മുടി, അടിപൊളിയുണ്ട്. എന്താ വിളിച്ചേ? മുടിയൻ. I told you several times, don't call me മുടിയൻ. I am SK സുവർണകുമാർ. നീ മുടി ഏതാ നിനക്ക് പറ്റുന്നത്? കറക്റ്റ് പേരാണ്. നീ നിനക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോടാ വന്നേ. അല്ല നീ ഇവിടുന്ന് ജോലി വേണ്ടെന്ന് പറഞ്ഞ് പോയല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്ന? അതെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ. അമ്മ എന്തിനാ പറഞ്ഞു? അതായത് ഊർമിള മേഡം അമ്മയ്ക്ക് 2000 രൂപ കൊടുക്കും, അത് മേടിച്ചോണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടോ? നീ അങ്ങ് കേറുന്നെന്തോ? ഞാൻ കേറും. കെഞ്ചി ചോദിച്ചു എന്റെ അടുത്ത്, കെഞ്ചി ചോദിച്ചു SK 2000 രൂപ താ എന്ന് ചോദിച്ചാൽ എനിക്ക് സൗകര്യമില്ല ചോദിക്കാൻ. ഞാൻ പൈസ തരാൻ പറ്റുമോ? എന്റെ കയ്യിൽ ഇല്ല തരാൻ. പിന്നെ എവിടെയിരിക്കുന്ന പൈസ? പൈസ ATM-ല്. ATM എടുത്തുണ്ടോ? എനിക്കിപ്പോ പറ്റത്തില്ല, നീ പോവാൻ നോക്കും. അപ്പൊ നിനക്ക് പറ്റില്ല? ഇല്ല പറ്റില്ല. ആ. കുഴപ്പമില്ല, ഞാൻ ഊർമിളയോട് ഒന്ന് ചോദിക്കില്ല തരാം. മാറി മാറി. എടാ, നീ അങ്ങോട്ട് കയറിപ്പോന്നു. ആയിക്കോട്ടെ, കയറിപ്പോയെ. നിങ്ങൾ അവിടെ അല്ലേ ഇരിക്കേണ്ടത്, നിങ്ങൾ അവിടെയാണ് ഇരിക്കേണ്ടത്. ഞാനും മേഡമാണ് ഇവിടെ ഇരിക്കുന്നത്. നീ മേഡം ഇവിടെ അങ്ങനെ ഇരിക്കും? നീ മേഡത്തിന് മടി കയറി ഇരിക്കുവോ? അതല്ലടാ, ഞാൻ കണ്ടോണ്ടെന്ന നീ കൂടുതൽ ഡയലോഗ് അടിക്കാൻ മുടിയാ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മേഡത്തിന് വിളിക്കുന്നത്. പോവാടാ, ഇത് എന്തോടെ ഈ പറയുന്നത്? നീ ഇച്ചിരി അങ്ങോട്ട് ഇരിക്കടേ. എടി ഇയാളെ തുടച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പൊടിയാന്നല്ലോ. താണ്ടേ പൊടിയാ? താണ്ടിരിക്കുന്നു പൊടി. എവിടെ നല്ല പൊടിയുണ്ടോ? നല്ല പൊടിയുണ്ടല്ലോ. ആ തുടച്ചേട്ടാ. എടാ, പോടാ, പോയി പൈസ എടുത്തിട്ടുണ്ടോ? എനിക്ക് തുടങ്ങാം. പുല്ലേ. ഇതുപോലെ ഓഫീസ് ഇട്ടിട്ട് വേണം ഒരു കറങ്ങുന്ന കസേര, കുറെ ഫയല് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി. കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനൻ സ്വന്തമാക്കും. ആഹാ, നൈസ് ഓഫീസ്. ഊർമിളയെ സ്വന്തമാക്കിയിട്ട് വേണം എനിക്ക് മുതലാളിയായിട്ട് ഒന്ന് സുഖിക്കാൻ. ആരാ? അങ്കിള് അച്ഛൻ്റെ അച്ഛനല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അങ്കിള് ഞാൻ ഓന്ത് മനു, ഞാൻ അച്ഛൻ്റെ കൂടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഓർമ്മയില്ല? ഇല്ല. അല്ല, നീ ഞാൻ പറഞ്ഞതുപോലും കേട്ടായിരുന്നോ? അങ്കിളെല്ലാം പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും കേട്ടില്ല. അല്ല, നീ എന്താ നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ആ അത് പിന്നെ ഞാൻ ചുമ്മാ പോയപ്പോഴേ ഞാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ നീ ആ കസാലയിൽ കയറിയിരുന്ന? അതിന് ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ പോയപ്പോ ഈ കസേര ഉണ്ട്, അപ്പൊ ചുമ്മാ രസത്തിന് കയറിയിരുന്നു. ആഹാ, ഒരു രസത്തിന് കയറിയിരിക്കാനാണോ ഊർമിളയുടെ കസേര? Come on, get up, get out and get lost. അടിച്ച് തെറ്റായിരുന്നില്ല, പിന്നെ ഷോണിക്കൊണ്ടായിരുന്നു. എടാ, നീ എന്താ പറഞ്ഞ? അല്ലേ അതൊന്നും പറഞ്ഞില്ല, പുറത്തോട്ട് പോകാൻ. പോട്ടെ. നീ ഞാൻ പറഞ്ഞതുപോലും കേട്ടായിരുന്നോ? എന്താ അങ്കിളെല്ലാം പറഞ്ഞായിരുന്നു? ഇല്ല, ഞാനൊന്നും കേട്ടില്ല. പോട്ടെ ക്ലാസ്. അല്ല പിന്നെ അങ്കിളെ ഒരു ചോദിക്കാൻ പറഞ്ഞൊരു കാര്യം. എന്താ ചോദിക്കേ? ഈ അങ്കിളിന്റെ കോഴി ഫാം എങ്ങനെ പോകുന്നു? എടാ, എനിക്ക് കോഴി ഫാം ഒന്നും ഇല്ലല്ലോ. ഇല്ലേ? പിന്നെ എന്തിനാ ഞങ്ങളെ അങ്കിളുടെ നാട്ടുകാർ കോഴി മേനെന്നൊക്കെ വിളിക്കുന്നത്? അച്ഛനോട് അന്വേഷണം പറയാം കേട്ടോ. ഇവനൊക്കെ ഇത് എവിടുന്ന് വരുന്നു? ഞാൻ പോയി അച്ഛനോട് പറയോ? ആ പറഞ്ഞാലോ എന്നാ, എതിർപ്പില്ലാതെ ഏത് പ്രേമമാണ് വിജയിച്ചിട്ടുള്ളത്? ഊർമിള ചെയ്യാം, ആവശ്യം നമ്മുടേതായി പോയില്ലേ? ഊർമിള അസോസിയേറ്റ്സ്, ഊർമിള ശ്രീധര മേനോൻ അസോസിയേറ്റ്സ്, USA.
ഓ ഹലോ മേനോൻ, വന്ന് കുറെ സമയമായോ? ഇല്ല ഇപ്പൊ വന്നല്ലോ. അത് ഞാൻ നമ്മുടെ ബിയർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നല്ലോ, അതിനു വേണ്ടി സ്ഥലം കാണാൻ വേണ്ടി പോയതാ. ഓ ഐ സി. ഊർമിള ബിയർ ഫാക്ടറി തുടങ്ങുന്നുണ്ടോ? യെസ് യെസ്. ഊർമിള ബിയർ, വാട്ട് എ സ്വീറ്റ് നെയിം ഫോർ എ ബിയർ. കേൾക്കുമ്പോ തന്നെ കുടിക്കാൻ തോന്നുന്നു. അതല്ലേ നമുക്ക് വേണ്ടത്. ആൻഡ് അതിന്റെ പണിയൊക്കെ ഇപ്പൊ പെട്ടെന്ന് തുടങ്ങും. ഓ വെരി ഗുഡ്. ഓക്കെ. സോ മെയിൻ എന്താ അവിടെ വന്നത്? ഞാൻ വന്നത് നമ്മുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഭാവി എന്തോ? അതായത് ഊർമിള ഇവിടെ ഒറ്റയ്ക്ക് ആരോരുമില്ലാതെ താമസിക്കുന്നു, ഞാൻ അവിടെ ഒറ്റയ്ക്ക് വിഭാര്യനായി താമസിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോയി കൂടെ എന്നാണ്. What nonsense are you talking? അല്ല, നമ്മൾ സുഹാസിനിക്കെതിരെ ഒന്നിച്ച് മുന്നേറിക്കൂടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? I'm sorry, ഞാൻ വെറുതെ മേനനെ തെറ്റിദ്ധരിച്ചതാ. അത് ഊർമിളയുടെ മുഖഭാവം മാറിയപ്പോഴായിരിക്കും മനസ്സിലായേ. എനിവേ ലീവ് ഇറ്റ്. ബൈ ദ വേ, സുഹാസിനിക്ക് എതിരായിട്ട് എന്തൊക്കെ പ്ലാൻസ് ഇപ്പോ മേനൻ ചെയ്തിട്ടുണ്ട്? വാവ്, കൊള്ളാം. ഈ പറഞ്ഞത് നടന്നാലോ? മേനൊന്ന് എന്റെ ബിയർ ഫാക്ടറിന്റെ പാർട്ട്ണറാണ്. ലൈഫ് പാർട്ട്ണർ ആകാനാണ് എനിക്കിഷ്ടം. What? അല്ല, ബിയർ ഫാക്ടറിയുടെ ലൈഫ് ലോങ് പാർട്ട്ണർ. അത് നമുക്ക് നോക്കാം. ഇതെന്താ ഗിഫ്റ്റ്? എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അല്ല, ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. പക്ഷേ സമയമായില്ല പോലും. എനിവേസ് മേനോൻ ഒന്ന് ഇറങ്ങിക്കോ, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് ഇവിടെ. Okay. See you soon, baby. കനിവാസം ഒന്ന് ചേർന്നാൽ ഹലോ. ഹായ്, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. മാഡത്തിന് സുഖമല്ലേ? സുഖം. താരയ്ക്കോ? യെസ് ഐ എം ഫൈൻ. അല്ലേ താര, ഇതെന്താ ഈ ടാറ്റു ഒക്കെ അടിച്ചിരിക്കുന്നത്? അത് ചുമ്മാ ഒരു രസത്തിനാണ് ചെയ്തത് മാഡം. ഓ, അല്ല എത്ര രസമാണെന്നുണ്ടെങ്കിലും ഒരു ഓഫീസിൽ വരുമ്പോൾ കുറച്ച് നീറ്റായിട്ടൊക്കെ വരാം. അയ്യോ, ഈ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? ഡ്രസ്സിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ടാറ്റു ഒക്കെ ചെയ്തിട്ടൊക്കെ ഓഫീസിൽ വരാന്ന് വെച്ചാ മാഡം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മാഡം? അല്ല, ഈ വക്കീലങ്ങൾ ഇതൊന്നും പറയൂലേ ഇതിനെപ്പറ്റി? ഓ, എന്ത് പറയാനാ? അല്ല മാഡം, എവിടേക്കെങ്കിലും പോയപ്പോൾ ഇവിടെ ഇറങ്ങിയതാണോ? അതെ. അത് മാത്രല്ല, ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കാമല്ലോ. അല്ല, പ്രശോഭ് സാർ വന്നില്ല? ഏട്ടിപ്പ് വരും. അതിനു മുന്നേ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. എന്ത് കാര്യം മാഡം? ഇവിടെ ഒരു പെണ്ണിരിക്കുമായിരുന്നല്ലോ, അവൾ ഇവിടെ പോയി? അയ്യോ, അവളിതുവരെ വന്നിട്ടില്ല, ഇപ്പൊ എത്തും മാഡം. ഓ, എല്ലാ ദിവസവും ഇങ്ങനെ ലേറ്റ് ആയിട്ടാണോ വരാറ്? അല്ല, ഇന്നിപ്പോ മേ ബി ബസ് എന്തെങ്കിലും കിട്ടിക്കാണില്ല മാഡം. വരാറുണ്ട് സാധാരണ നേരത്തെ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മാഡം? അവിടെ ഇരിക്കുന്ന ആ പെങ്കൊച്ചില്ലേ, അവളുടെ സ്വഭാവം എങ്ങനെയാ? അയ്യോ, നല്ല കൊച്ച മാഡം. നല്ല കൊച്ചാണോ അല്ലയോന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. എങ്ങനെയാ അവളുടെ സ്വഭാവം എന്ന്? അവള് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഏട്ടൻ്റെ ക്യാബിനിലേക്ക് എങ്ങാനും കയറി പോവാറുണ്ടോ ഒറ്റയ്ക്ക്? അല്ല, ചിലപ്പോ ഫയലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. അത് ശരി. ഫയൽ കൊടുക്കാൻ എന്തിനാ അവള് കയറി പോകുന്നേ? ഇവിടെ അജയൻ ഉണ്ടാവാറില്ലേ? അല്ല, അജയൻ ചേട്ടൻ ഇല്ലാത്തപ്പോഴ് ഞങ്ങൾ ഫയൽ കൊണ്ട് കൊടുക്കാൻ സാറിന്റെ ക്യാബിനിൽ പോവാറുണ്ട്. എന്നിട്ട് ഇപ്പൊ അജയൻ എവിടെയാ ഉള്ളത്? അപ്പുറത്തെങ്ങാനും കാണും മാഡം. വിളിക്കണോ? വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ലക്ഷ്മി എന്തോന്ന് പറഞ്ഞിട്ട് പോയത്? ഓ, നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു. വീട്ടിലെ വിശേഷം ചോദിക്കുക ഇത്രയും വേണ്ടി വിശേഷം ഉണ്ടോ? എന്റെ വീട്ടിലെ വിശേഷമല്ലേ ചോദിച്ചത്? പ്രസാദം എന്താ പറ, കേൾക്കാതൊരു സുഖം. വീട്ടിലെ വിശേഷം അങ്ങനെ വല്ലവരുടെ വീട്ടിലെ വിശേഷം കേട്ട് രസിക്കുന്ന അത്ര നല്ല സ്വഭാവം അല്ല പ്രസാദ്. എന്തോന്ന് താര ഇത്? ഒരു ശത്രുക്കളെ പോലെ താരേൻ്റെ കൂടെ പെരുമാറരുത് കേട്ടാ. ഞാൻ താരയോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്.
എന്റെ പൊന്ന് പ്രസാദേ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല പണിയുണ്ടെങ്കിൽ പോയി ചെയ്യാൻ നോക്കാം. എനിക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട്. പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഹായ് രോഷിനി, ഇന്നെന്ത് ലേറ്റ് ആയത്? ബസ് കിട്ടിയില്ലേ? ഞാൻ ഇന്ന് ട്രെയിനിലാണ് വന്നത്. വെരി ഗുഡ്. എല്ലാവരും വലിയ സീരിയസ് ആണല്ലോ. ആദ്യം ബസ്സിൽ വന്നു, പിന്നെ ട്രെയിനിൽ വന്നു, ഇനിയിപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും വരുന്നത്. നടക്കട്ടെ, വാ. ആ ലക്ഷ്മി വന്നിട്ടുണ്ട്. ആ എന്തിന്? അവർക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വന്നിട്ടതേ നിന്നെ കുറിച്ച് അന്വേഷിച്ചു എന്നോട്. എന്തായാലും കുഴപ്പമുണ്ടാവോ ചേച്ചി? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞു ഇവിടുത്തെ ഓരോ നടക്കുന്ന കാര്യങ്ങളും അവിടെ എത്തുന്നുണ്ടെന്ന്. സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത്. ദാ. എന്തിനാ കുഞ്ഞ്? സാധനം വല്ലതും വാങ്ങിക്കാനാണോ? അയ്യോ അല്ല, പിന്നെ? ഇത് ഞാൻ അജയൻ ചേട്ടനൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ആണോ? അതെ, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ കുഞ്ഞ്? എന്റെ പ്രശോഭേട്ടന് ഇവിടെ ആരോ ഒരു പെണ്ണ് വളയ്ക്കാൻ നോക്കി വഴി തെറ്റിക്കാൻ നോക്കുന്നുണ്ട് അജയൻ ചേട്ടാ. അത് ആരാന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ? പറ്റും, ചേട്ടനെ കൊണ്ട് പറ്റും. പറ്റും. എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയോ? ഫോൺ നമ്പർ ഇല്ലേ കയ്യില്? ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമ്മാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നോക്കണേ ചേട്ടാ, കേട്ടോ? പറയണേ, മറക്കരുത് കേട്ടോ. ഇല്ല, മറക്കത്തില്ല. ആ അയ്യേ എന്തോ നന്നായി കാണിക്കുന്നത്. സോറി സുരഭി, ശ്രദ്ധിച്ചില്ല. സോറി പറഞ്ഞല്ലേ ഓക്കെ ആവോ? ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അല്ല, ഇത് ഞാൻ തന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് അല്ലേ? ആ അതെന്ത് അണ്ണ പറഞ്ഞ ഡയലോഗ് എനിക്ക് പറയാൻ പാടില്ലെന്നുണ്ടാ? പറയാം. സോറി, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. ഞാൻ ചെരുപ്പ് ഊരിയിടാം. ഒരു കാര്യം ചെയ്യും. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇത്രയും വലിയൊരു വീട്ടില് ഈ ചെരുപ്പിടുണ്ട് നടക്കുന്നതിനാണ്. സോറി, ഇനി ആവർത്തിക്കത്തില്ല. ഒരു കാര്യം ചെയ്യും. ആ ചൂരിങ്ങ എന്തിന്? വേണ്ട. എടോ ചൂരിങ്ങ താടോ ഇങ്ങോട്ട്. ശരിയാവത്തില്ലേ? അതൊന്നും ശരിയാവൂല. ചെരുപ്പ് ഞാൻ ഇവിടെ ഊരിയിട്ടുണ്ട്. അയ്യേ അണ്ണ എന്തോന്ന് കാണിക്കുന്നത്? അണ്ണനെ തൂക്കാണെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. ഞാൻ അങ്ങോട്ടാണ് തൂത്തോണ്ട് വരുന്നത്. ഞാൻ അവിടെ നിന്നല്ലേ നടന്നു വന്നേ. ഞാൻ അവിടെ തൂത്തോണ്ട് ഇങ്ങോട്ട് വരാം. പോരെ? അമ്മ എല്ലാം കാണണം. നോക്ക് പ്രശോഭണ്ണ. ലക്ഷ്മി എവിടെ? മുകളിലുണ്ടോ? എന്താ കാര്യം? അമ്മ അകത്തുണ്ടാ? അമ്മ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിക്കുന്നു. ലക്ഷ്മി ഏട്ടാ, എന്തിനാ മോക്ക് എന്താ പാടിയിരിക്കും? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം ഞാൻ പറയാം, അവള് വരട്ടെ. ലക്ഷ്മി, എന്താ ഏട്ടാ? എടി നീ ഇന്ന് ഓഫീസിൽ വന്നിരുന്നാ? എടി ചോദിച്ചത് കേട്ടില്ല, നീ ഇന്ന് ഓഫീസിൽ വന്നിരുന്നാന്ന്? എന്തിനാ എടി, എന്തിനാന്ന്? ഞാൻ അതുവഴി ഒന്ന് പാസ് ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് ഓഫീസിൽ കയറിയെന്നേ ഉള്ളൂ. നീ കള്ളം പറയല്ലേ, എനിക്കെല്ലാം മനസ്സിലായി. നീ തിയടി പടി ചെയ്യല്ലേടി അവിടെ വന്നത്? എന്തോ ഏട്ടാ കാര്യം? എടാ, ഇവിടെ രണ്ടാമത്തെ തവണ ഓഫീസിൽ പറഞ്ഞത്. ഞാൻ ആരെങ്കിലും ഒറ്റ കൊഞ്ചുകൊഴണെന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിനക്കറിയാമോ, ഞാൻ സ്റ്റാഫിന്റെ മുമ്പൊക്കെ ആകെ ഇല്ലാണ്ടായിപ്പോയി. ഒരു കോമാളിയെ പോലെയാണ് എന്നെ ഇപ്പൊ അവര് കാണുന്നത്. ഏട്ടാ സമാധാനപ്പെട്. എന്തിനാ ഏട്ടത്തി ചുമ്മാ ഓഫീസിലോട്ട് പോകേണ്ട കാര്യം? അതേടാ, ഞാൻ ഏട്ടനെ പറ്റി അന്വേഷിക്കാൻ തന്നെ അങ്ങോട്ട് പോയത്. ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് അറിയണ്ടേ? ഞാൻ എന്തോന്ന് കാട്ടിക്കൂട്ടിന്നാ? എന്തോന്ന് കാട്ടിക്കൂട്ടുന്നെന്നാ? നിനക്ക് ഏതപ്പോഴൊക്കെയോട്ട് ബന്ധമില്ലേ അവിടെ? നീ കേട്ടോടാ അവള് പറഞ്ഞത്? എന്താ എവിടെ പ്രശോഭേ? എന്താ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ? സുരഭി, അത് അമ്മ ലക്ഷ്മി ചേച്ചിയും പ്രശോഭനും തമ്മിൽ വഴക്ക്. എന്തിന്? അത് ലക്ഷ്മി ചേച്ചി ഓഫീസിൽ പോയി അണ്ണനെ നാണം കെടുത്തിന്ന്. നാണം കെടുത്തിരുന്നോ? എന്തോന്ന്? അമ്മയ്ക്ക് അറിയോ, ഇവള് ഓഫീസിൽ ഞാൻ ആരോടത്തൊക്കെ സംസാരിക്കണമെന്ന് വിളിച്ചു പറയാൻ വേണ്ടി ആ അജയന് പൈസ കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, ഓഫീസിലുള്ള എല്ലാവരുടെ ചോദിച്ചുകൊണ്ട് നടക്കാം ഞാൻ പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെ പെരുമാറണേ. അമ്മ ഒന്ന് പറ, ഞാൻ ഇനി അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണേ? നാണം കെട്ട പരിപാടി, എന്തോന്ന് വൃത്തികെട്ട പരിപാടിയാ നീ കാണിക്കുന്നതൊക്കെ? അതെ അമ്മ, എനിക്ക് സംശയമുള്ളതുകൊണ്ട് തന്നെയാ. ഓഫീസ് എന്നും പറഞ്ഞ് എല്ലാ ദിവസം കെട്ടിയൊരുങ്ങി പോകുന്നുണ്ടല്ലോ, അവിടെ ആരും ഉള്ളതുകൊണ്ട് തന്നെയാ. എനിക്കത് അറിയണം. അത് ആരാന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും.
അതിനു വേണ്ടി തന്നെയാ ഞാൻ പോയത്. എന്നിട്ട് നീ കണ്ടുപിടിച്ചോ? ഇല്ല, പക്ഷെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും. ആ, പിടിക്കും. അത് ശരി, അപ്പൊ മനസ്സിലായി. അതുവരെ നീ ഇവിടെ കിടന്ന് ഒരാൾക്കും സ്വൈര്യത തരാതെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന അതല്ലേ ഇപ്പൊ ഉദ്ദേശം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭാര്യാഭർത്തൃ ബന്ധത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പര വിശ്വാസമാണ്. അതില്ലാത്ത ഒരു കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? ഒരു കാര്യം ചെയ്, ഏതായാലും വിശ്വാസമില്ല, നീ കണ്ടുപിടിച്ചിട്ടേ അടങ്ങും അല്ലേ? ആ, അതുവരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാൻ പറ്റത്തില്ല. നീ നിന്റെ വീട്ടിൽ പോയി. ഞാനിവിടെ നിന്നൊന്നും ഇറങ്ങി പോവില്ല. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗകര്യമാവുമല്ലോ. എനിക്കറിയാത്. അത് ശരി. അപ്പൊ എന്താ നിന്റെ പരിപാടി? മോളിൽ കിടന്ന് രണ്ടും കൂടെ അഴിമതി കൊടുത്തത്, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കാര്യം. അത് ഞാൻ സഹിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കിടന്നുകൊണ്ട് രണ്ടും കൂടെ നാണം കെട്ട പരിപാടി. ഞാൻ പറയുന്നതൊക്കെ പ്രശോഭന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായമ്മ. ഓ, എത്ര വർഷം കുഴലിട്ടാലും ശരിയാവാത്ത ചില വാലുകളുണ്ട്. ആ സൈസ് ഒരു വാലായത്.